ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു നെയിം മീറ്റിംഗ് ചലഞ്ച് കാണാം. ഫസ്റ്റ് ലെറ്റർ വന്നിരിക്കുന്നത് ജി ആണ് കേട്ടോ. അപ്പോൾ ജി ആയതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രേപ്സ് ആണ്. ഈ ഗ്രേപ്സ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ നാക്ക് മൊത്തം ചുമന്നായിരുന്നു കേട്ടോ. സംഭവം കുറച്ച് പുളി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലെറ്റർ വന്നിരിക്കുന്നത് ഓ ആണ്. ഓ ആയതുകൊണ്ട് ഞാനിവിടെ ഓറിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ പിന്നെ ക്രീം ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുന്നത് ഇങ്ങനെയാണ്. നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യുമെന്നും പറഞ്ഞ് കുറേ കമന്റ് വരുന്നുണ്ടെങ്കിലും ഞാൻ അതിന് സെലക്ട് ചെയ്ത പേരാണ് കേട്ടോ ഇന്നത്തെ പേര്. തേർഡ് ലെറ്റർ വന്നിരിക്കുന്നത് യു ആണ്. അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് യൂണിബിക്കിന്റെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വരുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതാട്ടോ എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബിസ്ക്കറ്റ് പാലിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണം, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കുറെ കമന്റ് വരുന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം പേര് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തത് ഫോർത്ത് ലെറ്റർ വന്നിരിക്കുന്നത് ആറാണ്. ആറായതുകൊണ്ട് എന്റെ ഫേവറേറ്റ് റെഡ് വെൽവെറ്റിന്റെ ഒരു പേസ്ട്രി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറെ നാളായിരുന്നു പേസ്ട്രിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പൊ ഇന്ന് വായിലോട്ട് വെച്ചപ്പോഴത്തേക്ക് സംഭവം ഇതങ്ങ് അലിഞ്ഞു പോവായിരുന്നു. ശരിക്കും ഞാനങ്ങ് മെൽറ്റ് ആയി പോകുന്നതൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ ആ ഒരു പേസ്ട്രി ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അതിനിടയ്ക്ക് നിങ്ങൾക്കും തരുന്നുണ്ട്. ലാസ്റ്റ് ലെറ്റർ വന്നിരിക്കുന്നത് ഐ ആണ്. ഐ ആയതുകൊണ്ട് എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും എടുത്തിരിക്കുന്നത് ഒരു ഐസ്ക്രീം ആണ്. സംഭവം ചോക്കോബാർ ആണ്. ഞാനത് ബൈറ്റ് ചെയ്ത് ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. കുറച്ച് ഐസ് മാറിയിട്ടായിരുന്നെങ്കിൽ സംഭവം സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ നെയിം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഗൗരി എന്നാണ് കേട്ടോ. അപ്പൊ നാളെ ഇനി ഒരു പുതിയ നെയിമുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ.